Welcome to fatnessfirst. ഫ്രൈഡേ സ്പെഷ്യൽ എന്താ വേണ്ടേ? എനിക്ക് ഏറ്റവും കൂടി ഇഷ്ടം ഫിഷ് ബിരിയാണി. കുറെ കാലമായി കഴിച്ചിട്ട്. നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഓക്കേ വേഗം. അമ്മ എത്ര ഉള്ളി എടുത്ത്? 6. ഒരു ഗാർലിക്, ഒരു ജിഞ്ചർ. ചെറിയ പീസ് ജിഞ്ചർ അല്ല? ഓക്കേ. ഇനി ക്ലീൻ ചെയ്യണം കേട്ടോ. അച്ഛാ, ഇത് അമ്മ പറഞ്ഞ് കട്ട് ചെയ്യാൻ. ഫിഷ് ബിരിയാണിക്ക് ഇന്നത്തെ സ്പെഷ്യലാ. ഒരു കത്തിയാണ്. എന്റെ ഫേവറേറ്റ് ബിരിയാണി ഫിഷ് ബിരിയാണി. അച്ഛന്റെ ഫേവറേറ്റ് ബിരിയാണി ഒട്ടും അറിയില്ല. അച്ഛന്റെ ഫേവറേറ്റ് ബിരിയാണി ഏതാ? ഫേവറേറ്റ് ബിരിയാണി ഒന്നും അറിയില്ല എനിക്ക്. ഇല്ല. അച്ഛൻ അധികം ഹോട്ടലിലും പോയി കഴിഞ്ഞാൽ ആദ്യം എന്താ ഓർഡർ ചെയ്യാറ്? ബിരിയാണി. ബിരിയാണി എന്ത് ബിരിയാണി ഓർഡർ ചെയ്യല്? ചിക്കൻ. ചിക്കൻ അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. മട്ടൻ. നോ. ബീഫ്. യെസ്. നല്ല എരിവാണല്ലോ. ഞാൻ അമ്മേന്റെ ചോദിക്കേ. ഇത് ഏത് ഫിഷാ? ഇത് കിങ് ഫിഷ് ആണ്. കിങ് ഫിഷിന്റെ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൽ മസാല എല്ലാം പുരട്ടി വെക്കാം. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫിഷ് നമുക്ക് ഓയിലിട്ട് ആദ്യം വെളിച്ചെണ്ണ വെച്ച് വെക്കാം. എല്ലാം നേരത്തെ മസാല പുരട്ടിയെടുത്ത് എല്ലാ ഫിഷും ഒന്ന് ഫ്രൈ ചെയ്യണം. നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ കുക്കിംഗ് ഫുഡായാ? ഇല്ല, ഫിഷ് ഫ്രൈ ചെയ്യുന്നല്ലേ. എന്തെങ്ങനെ മൊബൈലിൽ കുത്തിരിക്കുന്നില്ല? ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി പരിപാടി. ഫിഷ് ഫ്രൈ ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടു. ഉള്ളി വാടി വന്നപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ഇട്ട് നല്ലോണം വാഴിച്ചെടുക്കാം. ഇതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടൊമാറ്റോ കൂടെ ഇട്ടു. അപ്പോൾ എല്ലാം കൂടെ നല്ലവണ്ണം പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കേണ്ടത്? മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഓക്കെ. എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനാണോ എന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാല ഒക്കെ വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണി മസാല ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. അപ്പോൾ അതേപോലെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് പൊടിയാതെ ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോകരുത്. ഫിഷൊക്കെ നല്ലവണ്ണം മസാലയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്ക് കിടക്കണം. മറ്റേ പാത്രത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം അത് ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വീതിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ
ആദ്യം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. കണക്കായിട്ടുള്ള വെള്ളം ഡബിളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ചെറുനാരങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഫിഷ് ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പർ. എങ്കിൽ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ ബൈ.